ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാഗിയുടെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഒരൽപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. 2 ലീഫ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇത് ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. ഈ ക്യാരറ്റ് ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. പിന്നെ 1 സ്പൂൺ സോയ സോസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാഗിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതുപോലെ 2 സെറ്റ് മാഗിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സെറ്റ് മാഗി മസാലയാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിടാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം നമുക്ക്. നമുക്കിതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിന് നന്നായിട്ട് ആവി കയറാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് മാഗി വെന്ത് കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ചെയ്ത് വെച്ച കാബേജും ക്യാരറ്റും എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 2 മുട്ട ചിക്കിയതാണ്. വെറുതെ ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി എടുത്തേക്കുന്നതാണ്. അതുകൂടെ നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ചൂടോടെ തന്നെ കഴിക്കാം. സാധാരണയായി ഉണ്ടാക്കുന്ന മാഗിയുടെ രുചിയിൽ നിന്നും മാറി വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.